മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് തെറ്റിയില്ല. ഇന്ത്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ടുവച്ചത് സ്വന്തം രാജ്യത്തിന്റെ ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനം F-35 ഇന്ത്യക്ക് നൽകാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധ വ്യാപാരം ശക്തമാക്കാനാണ് ട്രംപും അമേരിക്കയും ഒരുങ്ങുന്നത്. ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കും. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് F-35. മാരക പ്രഹരശേഷി കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനം. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ചെടുത്ത യുദ്ധവിമാനം. വേഗതയാണ് F-35നെ ഏറെ കരുത്തുറ്റതാക്കുന്നത്. കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നെറുകയിൽ പ്രഹരം ചൊരിയാൻ F-35ക്ക് കഴിയും. രൂപഘടനയാണ് ഈ വിമാനത്തെ വേറിട്ടതാക്കുന്നത്. അത്യാധുനിക സെൻസറുകൾ വിമാനത്തിലുണ്ട്. ദീർഘദൂരത്തിലുള്ള ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും ഈ സെൻസറുകൾ സഹായിക്കും. F-35 വിമാനങ്ങൾക്ക് 3 വകഭേദങ്ങളാണ് ഉള്ളത്. F-35A ആണ് ഇതിൽ ആദ്യത്തേത്. പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനമുള്ള വിമാനങ്ങളാണ് ഇത്. ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഈ വിമാനങ്ങളായിരുന്നു. $80 മില്യൺ വിമാന നിർമ്മാണത്തിനുള്ള ചിലവ്. ഷോർട്ട് ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗും പ്രദാനം ചെയ്യുന്ന വകഭേദമാണ് F-35B. അമേരിക്കയുടെ തീരസംരക്ഷണ സേനാ വിഭാഗം ഉപയോഗിക്കുന്ന വിമാനമാണ് ഇത്. ഇത് നിർമ്മിക്കാൻ $115 മില്യൺ ചിലവ് വരും. വിമാനവാഹിനികൾക്കായി നിർമ്മിച്ച F-35C ആണ് F-35 സീരീസിൽ 3ാമത്തേത്. നാവികസേനയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി $110 മില്യൺ ആയിരിക്കും ചിലവ് വരിക. നിർമ്മാണം മാത്രമല്ല, ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും അല്പം ചിലവേറിയതാണ്. ഈ വിമാനം ഓരോ മണിക്കൂർ പറക്കുന്നതിനും $36,000 ചിലവ് വരും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് ഇതിന്റെ പ്രവർത്തനവും പരിപാലനവും ഇത്രയേറെ ചിലവേറിയതാകുന്നത്. ധാരാളം രാജ്യങ്ങൾക്ക് ഈ യുദ്ധവിമാനം അമേരിക്ക കൈമാറിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്കാണ് അമേരിക്കൻ യുദ്ധവിമാനം ഉള്ളത്. 72 F-35 വിമാനമാണ് ഓസ്ട്രേലിയയുടെ പക്കലുള്ളത്. അമേരിക്കയുടെ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ പുതിയ ചരിത്രം കൂടിയാകും കുറിക്കപ്പെടുക. അമേരിക്കയിൽ നിന്നും ഏറ്റവും കരുത്തുറ്റ വിമാനം സ്വന്തമാക്കുന്ന നാറ്റോയിൽ അംഗമില്ലാത്ത, പസഫിക് US സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമായിരിക്കും ഇന്ത്യ. നിലവിൽ ഫ്രാൻസിൽ നിന്നുള്ള റഫേലാണ് ഇന്ത്യയുടെ പക്കലുള്ള അത്യാധുനിക യുദ്ധവിമാനം. അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായാൽ ശത്രു രാജ്യങ്ങൾക്ക് മുട്ടിടിക്കുമെന്ന ഉറപ്പാണ്.